നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നവഭാരതം എന്നതാണ് ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രമേയം. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വിജയാഘോഷവും ഇന്ന് ചെങ്കോട്ടയിൽ നടക്കും. സംസ്ഥാനത്തും വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 9-നാകും ദേശീയ പതാക ഉയർത്തുക. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എല്ലാം എത്താം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിറവിൽ ഭാരതം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തും. ശുചീകരണ തൊഴിലാളികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 5000-ഓളം പേർ ചടങ്ങിലെ വിശിഷ്ടാതിഥികൾ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലാ ആസ്ഥാനങ്ങളിൽ വിവിധ മന്ത്രിമാരും പതാക ഉയർത്തും. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ മിന്നൽ പ്രളയത്തിൽ മരണം 45ആയി. മരിച്ചവരിൽ 2 CRPF ജവാന്മാരും 200ഓളം പേരെ കാണാതായി. 167 പേരെ രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നു. താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാ മേനോനും തമ്മിൽ മത്സരം. ജനറൽ സെക്രട്ടറി ആവാൻ കുക്കു പരമേശ്വരനും രവീന്ദ്രനും. ഫലപ്രഖ്യാപനം വൈകിട്ട്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് പുടിൻ ചർച്ച ഇന്ന്. അലാസ്കയിലെ ചർച്ച പരാജയപ്പെട്ടാൽ റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യത. യൂറോപ്പിൽ വീണ്ടും ഫുട്ബോൾ കാലം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, സ്പാനിഷ്, ഫ്രഞ്ച് ലീഗുകൾക്ക് ഇന്ന് കിക്ക് ഓഫ്. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിലാണ് രാജ്യം. രാവിലെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ശുചീകരണ തൊഴിലാളികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 5000-ഓളം വിശിഷ്ട വ്യക്തികൾ ചെങ്കോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമാകും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത ചേരുന്നുണ്ട്. പ്രശാന്ത, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. രാജ്യ തലസ്ഥാനത്ത് വളരെ വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷവും ഇന്ന് ചെങ്കോട്ടയിൽ നടക്കുന്നുണ്ടല്ലോ. ശ്രീകാർത്തിക, സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യമുള്ളത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം രാജ്ഘട്ടിലെത്തും. തുടർന്നാണ് അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് എത്തുന്നത്. ആദ്യം ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ പതാക ഉയർത്തും. അതിനുശേഷമാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. അതിന് മുൻപേ തന്നെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ധീര സമര പോരാളികളെ അനുസ്മരിക്കുക. ഒപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ച വികസിത ഭാരതം എന്ന സങ്കല്പത്തിന് വേണ്ടി ഒന്നിച്ച് ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാനുള്ള കഠിന പ്രയത്നത്തിലുള്ള സന്ദേശം കൂടിയായി ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ മാറണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വികസിത ഭാരതം 2047 തന്നെ വികസിത ഭാരതത്തിലേക്ക് രാജ്യത്തെ എത്തിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ നടപടികളാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു നിർദ്ദേശം വെച്ചത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് തന്നെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുക കൂടിയാണ് അദ്ദേഹം. കാരണം 12ാമത്തെ തവണയാണ് തുടർച്ചയായി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് അതീവ സുരക്ഷയിലാണ് രാജ്യ തലസ്ഥാനമുള്ളത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശുചീകരണ തൊഴിലാളികളും ഒപ്പം തന്നെ ജനപ്രതിനിധികൾ 281ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥികളായി ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ക്ഷണിതാക്കളുണ്ട്. ഒപ്പം തന്നെ ഖേലോ ഇന്ത്യ ഗെയിംസിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ പാരാ ഒളിമ്പിക്സിൽ പങ്കെടുത്തവരുണ്ട്. ഇവരെല്ലാം തന്നെ ഇന്ന് രാജ്യം ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീകാർത്തിക സൂചിപ്പിച്ച പോലെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു ആഘോഷം കൂടി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ ഒരുക്കിയിട്ടുള്ള ഒരുക്കങ്ങൾ
പരിപാടികളുടെ ഭാഗമായി തന്നെ അവിടെ വെച്ചിട്ടുള്ള പ്ലക്കാർഡുകളിലും മറ്റു ബാനറുകളിലും എല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുണ്ട്. അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെ അനുമോദിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായ ചടങ്ങുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന് കനത്ത സുരക്ഷ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തവണ ചില ഭീഷണികൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാന മേഖലകളിലും ഒപ്പം തന്നെ മറ്റു മേഖലകളിലും പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ അടക്കമുള്ള പ്രധാന പ്രദേശങ്ങൾ അത് ഓരോ സംസ്ഥാനത്തെയും തന്ത്രപ്രധാന മേഖലയിൽ കനത്ത സുരക്ഷയാണ് ഉള്ളത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് മാത്രം 20,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 10,000-ഓളം വരുന്ന ആളുകൾ റെഡ് ഫോർട്ടിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള സുരക്ഷ, ഒപ്പം തന്നെ AI ക്യാമറകളുടെ സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ റെഡ് ഫോർട്ടിൽ എത്തുന്ന വാഹനങ്ങൾ അതിന്റെ അടിഭാഗം ഉൾപ്പെടെ സ്കാൻ ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനമുണ്ട്. ഫേക്ക് നമ്പർ ആണെങ്കിൽ അത് കണ്ടെത്തുന്നതിന് ആവശ്യമായ ഓട്ടോമാറ്റിക് നമ്പർ സെർച്ചിംഗ് സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിട്ടുള്ള പരിശോധനകളാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഫേസ് ഡിറ്റക്ഷൻ സംവിധാനമുണ്ട്. 3 ലക്ഷത്തോളം വരുന്ന ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആളുകളുടെ ഫേസുകൾ ഈ ഡിറ്റക്ഷൻ സംവിധാനത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് പരിശോധനയും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാജ്യത്തെ സംബന്ധിച്ച്. ഒപ്പം തന്നെ സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഈ വിജയാഘോഷം കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാകും ജനങ്ങളോട് പറയുക എന്ന് കേൾക്കാനും ആളുകൾ കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് സൂചനകൾ ഇത് സംബന്ധിച്ച്? ശ്രീകാർത്തെ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനു മുമ്പ് ആത്മനിർഭർ ഭാരത് എന്ന സന്ദേശം പോലും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത് ഈ ചെങ്കോട്ടയിലാണ്. രാജ്യം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങളുടെ അത് പ്രതിരോധ രംഗത്താണെങ്കിലും മറ്റ് വികസന രംഗത്താണെങ്കിലും വ്യവസായ രംഗത്താണെങ്കിലും അത്തരം നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമാണ് വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സർക്കാരുകളെല്ലാം തന്നെ ഇങ്ങോട്ട് മാറി മാറി വരുമ്പോൾ പോലും പ്രധാനമന്ത്രി നേതൃത്വത്തിൽ, അതായത് BJP NDA സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്തെല്ലാം തന്നെ അത്തരമൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് തന്നെയായിരുന്നു അതിന്റെ നയപരിപാടികൾ രൂപീകരിച്ച് മുന്നോട്ട് പോയത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിലാണുള്ളത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടക്കം നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ബീഹാറുമായി ബന്ധപ്പെട്ടല്ല എങ്കിൽ പോലും അവിടെ അടക്കം സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ ഈ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള ചില മറുപടികൾ കൂടി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ വോട്ടർ പട്ടിക ക്രമക്കേടടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലുള്ള അത്തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ വരും. മറ്റൊന്ന്, ഏറ്റവും നിർണായകമാകുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളതാണ്. നേരത്തെ പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം രാജ്യവിരുദ്ധ നിലപാടുകൾ ഈ വിഷയത്തിൽ എടുത്തിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് അടക്കം ഉയർത്തിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ അതിനെയെല്ലാം തന്നെ നിശ്ചിതമായ ഭാഷയിൽ പ്രധാനമന്ത്രി വിമർശിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ സർക്കാരിന്റെ സംവിധാനത്തിന്റെ ഭാഗമായി ചേർന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രശംസിച്ചപ്പോൾ കോൺഗ്രസ് അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് സർക്കാർ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി അതിനുള്ള മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായ പുതിയ ദിശാബോധം നൽകുന്ന തരത്തിലുള്ള അതായത് നയാഭാരത് എന്നുള്ള പുതിയ ഭാരതത്തിലേക്ക് ഇനി ഏതൊക്കെ തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ നയരൂപീകരണം വേണം, ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും താഴേക്കിടയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരിക, അവിടുത്തെ ജനപ്രതിനിധികൾക്ക് സ്വതന്ത്രമായി ഭരണ സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ട് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലേക്ക് എത്താനുള്ള ഇടപെടൽ നടത്തുക. അങ്ങനെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശരി പ്രശാന്ത്, 79ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലാണ് രാജ്യം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ്. On behalf of a grateful nation, to pay his respect. Beautiful surroundings, peaceful, simple, signifying what Bapu stood for. In fact, when we think of Mahatma Gandhi, he was not only India's major political and spiritual leader, his principles of satyagraha and non-violence, which led India to independence, also inspired movements for civil rights and freedom across the world, to unify diverse opinions, stances, and methodologies so that the freedom struggle gathered momentum and acceptance
was not an easy task. The Prime Minister രാജ്യം at the 79ാം central area സ്വാതന്ത്ര്യദിനാഘോഷ of Rajghat നിറവിലാണ്. ചെങ്കോട്ടയിൽ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അതിനു മുന്നോടിയായി അദ്ദേഹം ഇപ്പോൾ രാജ്ഘട്ടിലെത്തിയിരിക്കുകയാണ്. അവിടെ പുഷ്പാർച്ചന അടക്കം നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് എത്തുക. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്കായി ചെങ്കോട്ടയിലെത്തുന്ന പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സഞ്ജയ് സേത്ത്, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് എന്നിവർ ചേർന്ന് സ്വീകരിക്കും. ഡൽഹി മേഖലാ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാറിനെ പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തും. തുടർന്ന് ഡൽഹി മേഖലാ ജനറൽ ഓഫീസർ കമാൻഡിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സല്യൂട്ട് ബേസിലേക്ക് ആനയിക്കും. അവിടെ സംയുക്ത സേനാ വിഭാഗവും ഡൽഹി പോലീസ് ഗാർഡും ചേർന്ന് പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് നൽകും. തുടർന്ന് പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ ഗാർഡ് ഓഫ് ഓണർ സംഘത്തിൽ 96 പേരാണ് ഇത്തവണ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥനും കരസേന, നാവികസേന, വ്യോമസേന, ഡൽഹി പോലീസ് എന്നിവയിലെ 24 വീതം പേരും ഉൾപ്പെട്ടതാണ് ഈ ഗാർഡ് ഓഫ് ഓണർ സംഘം. ഒപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയാണ് ഈ വർഷം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഗാർഡ് ഓഫ് ഓണറിന് വിംഗ് കമാൻഡർ AS സോഖോൺ നേതൃത്വം നൽകും. കരസേനാ സംഘത്തെ മേജർ അർജുൻ സിംഗും, നാവികസേനാ സംഘത്തെ ലഫ്റ്റനന്റ് കമാൻഡർ കോമൽദീപ് സിംഗും, വ്യോമസേനാ സംഘത്തെ സേനാ വിഭാഗം മേധാവി രാജൻ അറോറയും നയിക്കും. അഡീഷണൽ DCP ശ്രീ രോഹിത് രാജ്ബീർ സിംഗ് ആണ് ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുക. ഇപ്പോൾ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ എത്തിച്ചേരും. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സംസ്ഥാനത്തും വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 9 ദേശീയ പതാക ഉയർത്തും. വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. പരേഡ് കമാൻഡന്റ് അഞ്ജലി ഭാമയുടെ നേതൃത്വത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ പരേഡിൽ അണിചേരും. തുടർന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. ഭാരതീയ വായുസേനയുടെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തും. പരേഡിന് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ ദേശഭക്തിഗാന അവതരണവും നടക്കും. വിവിധ ജില്ലകളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. ഏതായാലും സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നതയ്ക്കിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഒരുക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷം അറ്റ് ഹോം ഇന്ന് വൈകിട്ട് 6:30 രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിപക്ഷ നേതാവിനെയും ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ കഴിഞ്ഞ വർഷത്തെ പരിപാടിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിട്ടുനിന്നിരുന്നു. ഇനി ഒരു രസകരമായ റിപ്പോർട്ടിലേക്കാണ്. ഫ്ലാഗ് കോഡുകളെല്ലാം പാലിച്ച് കഴിഞ്ഞ 5 വർഷമായി ദിവസവും ദേശീയ പതാക ഉയർത്തുന്ന ഒരു വീടുണ്ട് പത്തനംതിട്ട കുളനടയിൽ. റേഡിയോ ഉറങ്ങാത്ത വീട് എന്നറിയപ്പെടുന്ന തറയിൽ കുടുംബമാണ് ദേശീയ പ്രതീകങ്ങളെ ആദരവോടെ ജീവിതത്തിന്റെ ഭാഗമാക്കി എല്ലാ പൗരന്മാർക്കും മാതൃകയാകുന്നത്. കഴിഞ്ഞ 27 വർഷമായി എല്ലാ ദേശീയ ദിനങ്ങളിലും തറയിൽ വീട്ടിൽ ദേശീയ പതാക ഉയർത്തുന്ന പതിവുണ്ടായിരുന്നു. 5 വർഷം മുൻപ് നവീൻ ജിൻഡാൽ എന്ന വ്യവസായിയുടെ ഹർജിയിൽ സുപ്രീം കോടതി എല്ലാ ദിവസവും ദേശീയ പതാക വീടുകളിൽ ഉയർത്താൻ പൗരന്മാർക്ക് അനുവാദം നൽകിയ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തറയിൽ കുടുംബത്തിലും എല്ലാ ദിവസവും ദേശീയ പതാക ഉയർത്താൻ ആരംഭിച്ചു. കഴിഞ്ഞ 27 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പതാക എല്ലാ ദേശീയ ദിനങ്ങളിലും ഉയർത്തുന്ന ഒരു പതിവുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ ദിവസവും ഉയർത്തുകയും എല്ലാ ദിവസവും താഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി കൂടി തുടരുന്നുണ്ട്. അതിന് പ്രേരണയായത് എൻ്റെ പിതാവ് തിരുവിതാംകൂർ പോലീസിൽ ഉദ്യോഗം ആരംഭിച്ച ശ്രീ തോമസ് കുഞ്ഞുഞ്ഞ്, അദ്ദേഹം 96ാമത്തെ വയസ്സിൽ കഴിഞ്ഞ മാസം ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണയായിരുന്നു ഇതിനെല്ലാം തുടക്കമിട്ടത്. ഇപ്പോൾ തോമസ് കുഞ്ഞുകുഞ്ഞിൻ്റെ മകൻ ജോസ് കെ തോമസും ഭാര്യയുമാണ് തറയിൽ വീട്ടിലുള്ളത്. 3 മക്കളിൽ ഒരാൾ ഇന്ത്യൻ സൈന്യത്തിൽ ഓഫീസറായി ജോലി ചെയ്യുന്നു. അധ്യാപികയായ മകൾ NCC C സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്.
ദേശീയ പ്രതീകങ്ങളെ ബഹുമാനിക്കുന്നതിൽ തൻ്റെ മക്കളും ഏറെ ശ്രദ്ധയുള്ളവരാണെന്നതിൽ ജോസ് കെ തോമസിന് ഏറെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇപ്പോഴും റേഡിയോ കേൾക്കുന്നവരാണ്. റേഡിയോ ഉറങ്ങാത്ത വീടെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. റേഡിയോ ആകാശവാണി തന്നെ വിശേഷിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഈ ദേശീയ ഗാനങ്ങളൊക്കെ റേഡിയോയിൽ കേൾക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന പതിവ് എൻ്റെ മക്കൾക്കുമൊക്കെ ഉണ്ട്. അവർക്ക് ആ ഒരു ദേശീയപാത ഉള്ളതുകൊണ്ട് ഈ പതാക ഉയർത്തുന്ന രീതി തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഭാരതം അതിൻ്റെ ദേശീയ പതാകയെയും ദേശീയ ചിഹ്നങ്ങളെയും ഏറെ ആദരവോടെയാണ് കാണുന്നതെന്നും വിവിധ മത ഭാഷാ വിഭാഗങ്ങളിലുള്ള മുഴുവൻ ഭാരതീയരെയും ഒന്നിപ്പിക്കുന്ന പ്രതീകങ്ങളാണ് ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളുമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായം എല്ലാ പൗരന്മാരും ഉൾക്കൊള്ളണമെന്നുമാണ് ജോസ് കെ തോമസിന് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ജമ്മു കശ്മീരിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 45 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 100-ലധികം പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. NDRFന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എത്ര പേരെ കാണാതായി എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോഴും മരണസംഖ്യ ഉയരുന്നതായാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊപ്പം തന്നെ ഇപ്പോഴും പ്രതികൂല കാലാവസ്ഥ തുടരുകയാണ്. ഇത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ടോ? ശ്രീകാർത്തിക, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കിഷ്ത്വാർ മേഖലയിൽ വലിയ രീതിയിലുള്ള മേഘവിസ്ഫോടനം ഉണ്ടായത്. തുടർന്നാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. 1000-ലധികം പേർ ആ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് BJP MLA തന്നെ സ്ഥിരീകരിക്കുന്നത്. അതിൽ 45 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ മരണസംഖ്യ 50 കടന്നു എന്ന വിവരം കൂടി സ്ഥിരീകരിക്കാത്ത കാര്യമാണെങ്കിൽ പോലും പുറത്തേക്ക് വരുന്നുണ്ട്. 100 പേരെയാണ് ഇതുവരെ 100-ലധികം പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ എത്ര പേര് അവിടെ പൂർണ്ണമായും ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു കണക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു പ്രദേശം പൂർണ്ണമായും ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സാഹചര്യത്തിൽ എത്രത്തോളം ആളുകൾക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തുക അല്ലെങ്കിൽ കണക്കാക്കുക തന്നെ പ്രയാസമാണ്. 1000-ലധികം പേരെന്ന് BJP MLA തന്നെ സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം അക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ബന്ധപ്പെട്ട വിഭാഗങ്ങളും നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായും ഒപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണറുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തി ആവശ്യമായ സഹായങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികൾ ഇന്ന് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട വീട്ടിൽ പതാക ഉയർത്തുന്ന അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ഇതൊക്കെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശത്താകെ തന്നെ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിലോ മറ്റു സാഹചര്യങ്ങളോ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് കിസ്തോയി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനിയും അത്തരം സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പ്രധാനമായും മാതാകാളി മന്ദിറിലേക്ക് പോകുന്ന ഒരു പ്രവേശന കവാടം കൂടി ആണ്. അവിടുന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനിയും ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ അവിടെ ടെന്റുകൾ ഉണ്ടായിരുന്നു. ആ ടെന്റുകളിലായിരുന്നു പ്രധാനമായും ആളുകൾ തങ്ങിയിരുന്നത്. മാത്രമല്ല വാഹനം പാർക്ക് ചെയ്ത് അവിടുന്നാണ് ഈ മന്ദിറിലേക്ക് നടന്ന് കയറിയിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദൂരത്തിലേക്ക് ആളുകൾ പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലാകെ തന്നെ ഒരു ഇത്തരത്തിൽ മിന്നൽപ്രളയം ഉണ്ടായ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, കാലാവസ്ഥ ഇപ്പോഴും അനുകൂലമല്ല. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി ആശങ്കയായി നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. സേനാ വിഭാഗങ്ങൾ, ആർമി, സൈന്യത്തിന്റെ അടക്കം മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ശ്രീകാർത്തിക. ശരി, ജമ്മു കാശ്മീരിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. അമേരിക്കയിലെ അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നിർണായക ചർച്ചയെന്ന ഇന്ത്യൻ സമയം രാത്രി 1 മണിക്കാണ് ചർച്ച. ഉപദേശകരില്ലാതെ നേരിട്ടാണ് ചർച്ച നടക്കുക. നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. യുദ്ധം അവസാനിപ്പിക്കണമെന്നതിൽ മാത്രമായിരിക്കും ചർച്ച കേന്ദ്രീകരിക്കുക എന്നാണ് വിവരം. അതിനിടെ ഇന്ത്യക്ക് പിഴത്തീരുവ പ്രഖ്യാപിച്ചത് പുടിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. The overall commander of the Prime Minister's Guard of Honor informing the Prime Minister that the Guard is ready and requesting him
to inspect the Guard of Honor. The band overall commander of the Prime Minister's Guard of Honor informing the Prime Minister that the Guard is ready and requesting him to inspect the Guard of Honor. The band position there will strike up a slow march during the inspection. രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ദേശീയ പതാക ഉയർത്തും. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ് പ്രധാനമന്ത്രി. ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. ഇന്ന് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷവും നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി അഭിസംബോധനയിൽ ഉൾപ്പെടുത്തും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം കൈവരിച്ച വലിയ വിജയം, അതേക്കുറിച്ചെല്ലാം പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പറയുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ് പ്രധാനമന്ത്രി. ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് നവഭാരതം എന്നതാണ് ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രമേയമായി കൊണ്ടുവന്നിരിക്കുന്നത്. The inspection of the Guard of Honor complete, the Prime Minister will now move towards the ramparts of the Red Fort, passing through the Lahori Gate. The flag hoisting ceremony at the ramparts, followed by the Prime Minister's address to the nation, are the high point of today's celebrations here. Nation building is a complex, collaborative and cumulative task. It happens over a period of time marked by intense and steadfast commitment. Today, Prime Minister Narendra Modi ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി പതാക ഉയർത്താനായി പോവുകയാണ്. നവഭാരതം എന്നതാണ് ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രമേയം. 2047ഓടെ വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യം വലിയ മുന്നേറ്റം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് നവഭാരതം എന്നത് പ്രമേയമാക്കിക്കൊണ്ട് ഇത്തവണ രാജ്യം ഈ ഒരു സ്വാതന്ത്ര്യദിനത്തെ ആഘോഷിക്കുന്നത്. സമ്പന്നവും സുരക്ഷിതവും ധീരവുമായ നവഭാരതത്തിന്റെ തുടരുന്ന ഉയർച്ച സ്മരിക്കാനും പുരോഗതിയുടെ പാതയിൽ കൂടുതൽ മുന്നേറ്റത്തിന് നവോന്മേഷം പകരാനുമാണ് ദിനാഘോഷം വേദിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ പതാക ഉയർത്തും. यहाँ से प्रवेश करने के बाद प्राचीर पर पहुंचने के लिए सीढ़ियां हैं और अब तो यहाँ विशिष्ट व्यक्तियों के लिए लिफ्ट भी है. प्रधानमंत्री प्राचीर की ओर अग्रसर. जब ये लाल किला बना था तब ये प्राचीर नहीं थी, इसे बाद में बनवाया गया और सन 1947 में पहली बार हमारा प्यारा तिरंगा राष्ट्रीय ध्वज यहीं इसी प्राचीर पर. ശുചീകരണ തൊഴിലാളികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ 5000-ഓളം പേരാണ് ചടങ്ങിലെ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുന്നത്. Opportune moment in time. The heavens have held steady so far. The Prime Minister arriving at the first level of the ramparts, Raksha Mantri Shri Rajnath Singh, Raksha Rajya Mantri Shri Sanjay Seth, Chief of Defence Staff General Anil Chauhan, Chief of the Army General Upendra Dwivedi, the Navy Chief Admiral Dinesh K. Tripathi and the Chief of Air Staff Air Chief Marshal A.B. Singh greet him. Once the Prime Minister is ready to ascend the final level, the GOC Delhi area will conduct him to the dais to hoist the national flag, which will be followed by his address. In fact, when the flag hoisting is done, it will be synchronized with the 21-gun salute by the valiant gunners of the 1721 Field Battery Ceremonial. The ceremonial battery, utilizing the indigenous 105mm light field guns, will be commanded by Major Pavan Singh Shehkawat, and the gun position officer will be Naib Subedar Ashutosh Sarkar. As soon as the national flag is hoisted by the Prime Minister, flower petals will be showered at the venue by 2 Mi-17 helicopters of the Indian Air Force, one trooping the national flag and the other trooping a flag depicting Operation Sindoor.
लाल किले के सामने का पूरा इलाका പ്രധാനമന്ത്രിയായി ചെങ്കോട്ടയിൽ നിന്നുള്ള सर्वधर्म നരേന്ദ്രമോദിയുടെ समभाव 12ാമത്തെ की സ്വാതന്ത്ര്യദിന अनूठी പ്രസംഗമാണ് तस्वीर पेश करता है। അല്പസമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്നത്. लाल किले के ഇപ്പോൾ ठीक सामने बाईं ചെങ്കോട്ടയിൽ ओर എത്തിയിട്ടുള്ള श्री പ്രധാനമന്ത്രി दिगंबर ഉടൻ जैन लाल തന്നെ जी मंदिर, ദേശീയ लाल പതാക रंग का ये ഉയർത്തും. प्राचीन അതിനുശേഷമാകും मंदिर അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് जिसमें സംസാരിക്കുക. पक्षियों का एक अस्पताल भी വളരെ है। വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് जैन मंदिर के ഒരുക്കിയിട്ടുള്ളത്. साथ ഈ जरा സ്വാതന്ത്ര്യ सा आगे ദിനാഘോഷത്തോടൊപ്പം बढ़ने पर തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയാഘോഷം കൂടി അതുതന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. शंकर मंदिर, ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സേന കൈവരിച്ച നേട്ടങ്ങളടക്കം ഈ ഒരു രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പരാമർശിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാകും അദ്ദേഹം ഇന്ന് നടക്കുന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം പറയുമെന്നതിൽ കാതോർക്കുകയാണ്. രാജ്യം വലിയ വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ കനത്ത സുരക്ഷയിൽ തന്നെയാണ് രാജ്യ തലസ്ഥാനമുള്ളത്. നിമിഷങ്ങൾ മാത്രം ബാക്കി അദ്ദേഹം ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്താനായി പോവുകയാണ്. भारत के मूल में है और इस इलाके में आर्य समाज मंदिर भी है और सेंट्रल बैप्टिस्ट चर्च भी, भले ही वो कैमरे की नज़र से दूर हैं लेकिन हैं यहीं इसी इलाके में मौजूद. और ये विशिष्ट दीर्घा जहां केंद्रीय मंत्री, सेना के अध्यक्ष, നിരവധി വിശിഷ്ടാതിഥികൾ സന്നിഹിതരായിട്ടുണ്ട് व्यक्ति, ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി. നവഭാരതം എന്നത് തന്നെയാണ് ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രമേയം. രാജ്യം വലിയൊരു നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ ഈ ഒരു നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിച്ച മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ചർച്ചയാക്കപ്പെടേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഊന്നിക്കൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ മുന്നേറ്റവും എല്ലാം തന്നെ പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടും. In fact, today we do more than just observe tradition and ceremony. 2047 വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാനാണ് രാജ്യം വലിയ മുന്നേറ്റം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് നവഭാരതം എന്നത് പ്രമേയമാക്കിക്കൊണ്ട് ഇത്തവണ രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. And independence. Words that seem fairly straightforward in their meaning but highly nuanced in their meaning and delivery. When we became a free country, our leaders and national decision makers and their understanding of the layering and dimensions and the interpretation of all these was taken into പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുമ്പോൾ 1721 ഫീൽഡ് ബാറ്ററിയുടെ ഗവർണർമാർ 21 ഗൺ സല്യൂട്ട് മുഴക്കും. തദ്ദേശീയമായ 105 AM ലൈറ്റ് ഫീൽഡ് തോക്കുകൾ ഏന്തുന്ന സെറമോണിയൽ ബാറ്ററി മേജർ പവൻ സിംഗ് ഷെഖാവത്ത് നയിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് കര, നാവിക, വ്യോമസേനകളിൽ നിന്നുള്ള ഓരോ ഓഫീസർമാരും 32 മറ്റ് റാങ്കുകാരും ഡൽഹി പോലീസിലെ 128 ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ദേശീയ പതാക ഇപ്പോൾ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയാണ്. to something bigger than us. Flag hoisting ceremony.
താരസംഘടനയായ അമ്മയുടെ നേതൃസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക് തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ച് വൈകുന്നേരത്തോടെ ഫലം പ്രഖ്യാപിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുക. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. യൂറോപ്പിൽ വീണ്ടും ഫുട്ബോൾ കാലം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും സ്പാനിഷ് ലീഗും ഇന്ന് തുടങ്ങും. ഇംഗ്ലണ്ടിലാണ് തീപാറുന്ന പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളും ബോൺമൗത്തും തമ്മിലാണ് ആദ്യ പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് മത്സരം. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്നാൽ രാജ്യത്തുടനീളം നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ തത്സമയ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ.